الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولا تكونوا كالتي نقضت غزلها من بعد قوة أنكاثا تتخذون أيمانكم دخلا بينكم أن تكون أمة هي أربى من أمة إنما يبلوكم الله به وليبينن لكم يوم القيامة ما كنتم فيه تختلفون صدق الله العظيم അള്ളാഹുവിന്റെ ദീനിലെ സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സഹോദരികളെ, റബ്ബ് സുബ്ഹാനഹു തആലയുടെ വിധി വിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും മുറുകെ പിടിച്ച് തഖ്വയോടുകൂടി ജീവിച്ച് അള്ളാഹുവിന്റെ പ്രീതി, അതായത് ശാശ്വതമായ സ്വർഗം, സ്വർഗത്തിലെ തന്നെ മഹോന്നതമായ പദവി, അത് നേടിയെടുക്കുന്നതിൽ സകല കാര്യങ്ങളിലും തികഞ്ഞ ജാഗ്രത പുലർത്തണമെന്ന് ആദ്യം എന്നോടും അതോടൊപ്പം നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ റമദാനിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുവാനും അള്ളാഹുവിൻ്റെ പലതരത്തിലുള്ള ഇഷ്ടങ്ങൾ നേടിയെടുക്കുവാനും അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട് എങ്കിൽ സൗഭാഗ്യം ലഭിച്ചവരാണ് ഞാൻ നിങ്ങൾ. ഇസ്ലാമിലെ ഓരോ ഇബാദത്തും നമുക്ക് വലിയ ബാധ്യതകൾ നൽകിക്കൊണ്ടാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ ബാധ്യതകൾ നാൾക്കുനാൾ വർദ്ധിക്കുകയാണ് ചെയ്യുക. ഇന്നലത്തെക്കാളും നല്ല ഇന്ന് വേണമെന്നും ഇന്നത്തെക്കാളും നല്ല നാളെ വേണമെന്നും ഇസ്ലാം വളരെ ശക്തമായി വിശ്വാസിയോട് ആവശ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ദീനിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ആ അർത്ഥത്തിൽ താല്പര്യത്തോടു കൂടി എടുക്കുവാൻ സാധ്യമല്ലാത്ത വിധം മനുഷ്യനെ നിരന്തരം ഭൗതികതയുമായി പിശാച് വേട്ടയാടിക്കൊണ്ടിരിക്കുമെന്നതൊരു വലിയ യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആനിലൂടെ 4 ഭാഗങ്ങളിൽ കൂടെ ഞാൻ അവരെ സമീപിക്കും. അവർക്ക് ഒരുപാട് മോഹങ്ങളും വ്യാമോഹങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നിന്റെ വഴിയിൽ, യഥാർത്ഥ വഴിയിൽ ഞാൻ പതിയിരിക്കും എന്ന് പിശാച് പ്രതിജ്ഞയെടുത്തത് വിശുദ്ധ ഖുർആൻ നമ്മളെ അറിയിച്ചു തന്നിട്ടുണ്ട്. സൂറത്ത് യാസീനിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശക്തമായ മുന്നറിയിപ്പ് നൽകി. അലം അഹ്ദി ഇലൈക്കും യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. ആദം സന്തതികളെ, ഞാൻ നിങ്ങളോട്
അറിയിച്ചു തന്നില്ലേ? ശൈത്താന് നിങ്ങൾ വിധേയപ്പെട്ടു പോകരുത്, അവൻ നിങ്ങളുടെ കഠിനമായ ശത്രുവാണ്. നിങ്ങളെ ഒതുക്കി ഇല്ലായ്മ ചെയ്തിട്ടല്ലാതെ അടങ്ങാൻ കഴിയാത്ത വിധം ശത്രുത വെച്ച് പുലർത്തുന്നവനാണ് പിശാച്. പ്രവാചകൻ ഹദീസിലൂടെ 6 വഴികളിലൂടെ പിശാച് വരുമെന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ഖുർആൻ 4 വഴിയിലൂടെയാണെങ്കിൽ ഹദീസിൽ അത് 6 വഴിയിലൂടെ, അടിയിലൂടെയും മുകളിലൂടെയും പിശാച് വരും എന്നാണ്. രാവിലെയും വൈകുന്നേരവും അതേപോലെ ഓരോരോ നന്മയുടെ മാർഗത്തിലാണ് പിശാച് കൂടുതൽ പതിയിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ടു പോകുന്നവരാണ് ഭൂരിപക്ഷം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴേ നമ്മളിൽ ഒരു ഭയപ്പാട്, അതേപോലെ വെപ്രാളവും പേടിയും, അതേപോലെ കരഞ്ഞുകൊണ്ടുള്ള അഭയത്തേട്ടവും ഒക്കെ നമ്മളിൽ രൂപപ്പെടുകയുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വളരെ ഉഷാറാണ് എന്ന് വിചാരിച്ച് നടന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ വഴികേട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അധിക ജനങ്ങളും അവരുടെ ഉത്തരവാദിത്തങ്ങൾ യഥാവിധം നിർവഹിക്കാത്തവരാണ്. അവരെ ഏൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത നിർവഹിക്കുന്നതിന്റെ ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിൽ 90 മുതലുള്ള ഏതാനും ആയത്തുകളിൽ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്ന ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ. തീർച്ചയായും അല്ലാഹു നീതിയും നന്മയും പ്രവർത്തിക്കുവാൻ എന്നുള്ളത് കൽപ്പനയാണ്. അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച കൽപ്പനയാണത്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, ചെയ്യാതിരിക്കാം എന്നൊന്നുമല്ല. കഴിയാത്തത് കൽപ്പിച്ചിട്ടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിങ്ങൾ ഇതിൽ ഖുർബ, കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ കൃത്യമായി നിലനിർത്തണം. അത് തകർക്കുന്ന ഒരവസ്ഥ, തകർക്കപ്പെടുന്നത് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ ഒന്നും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവരുത്. എല്ലാവിധ സമാധാനത്തിന്റെയും കേന്ദ്രമാണ് കുടുംബം, കുടുംബ ബന്ധം എന്നൊക്കെ പറയും. ഇത് തകർക്കുന്നത് നോക്കി നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വയൻഹാനിൽ ഫഹ്ശാഇ വൽ മുൻകർ വൽ ബഗി. മ്ലേച്ഛതയും നിഷിദ്ധവും അക്രമവും അല്ലാഹു വിരോധിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാഹു വിരോധിച്ച കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. യഅ്ദുക്കും ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾ പാഠം പഠിക്കുന്നതിന് വേണ്ടി അവൻ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ്. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത് നിങ്ങൾ ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, നിങ്ങൾ അനുഗ്രഹീതവും ശാശ്വതവുമായ വഴിയിലേക്ക് നിങ്ങൾ കടന്നു വരണം. പിശാചിനെ മറികടന്നുകൊണ്ട്, അതിജയിച്ചുകൊണ്ട്, പൈശാചിക ശക്തികളെ മറികടന്നുകൊണ്ട് കടന്നു വരുവാനുള്ള നിരന്തര ശ്രമം നിങ്ങളിൽ ഉണ്ടാവേണ്ടതുണ്ട്. പക്ഷേ അധിക ജനങ്ങളുടെയും അവസ്ഥ, ഈ പ്രതിജ്ഞ അള്ളാഹു നിരന്തരം പ്രതിജ്ഞ ചെയ്യിപ്പിക്കുന്നുണ്ട്. നോമ്പ് വലിയൊരു പ്രതിജ്ഞയായിരുന്നു. 30 ദിവസം തുടർച്ചയായിട്ട് അള്ളാഹുവിന്റെ പരിശീലന കളരിയിൽ എല്ലാ അർത്ഥത്തിലും അതിലേക്ക് ലയിച്ചു ചേർന്ന ഒരവസ്ഥയാണ് യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല, നിരന്തരം 5 നേരമുള്ള അവന്റെ പ്രതിജ്ഞകളുണ്ട്. അല്ലാഹു അക്ബർ എന്നും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്നും, അതേപോലെ നമസ്കാരം, റുകൂഉം സുജൂദും, അതേപോലെ വജ്ഹത്തും എല്ലാം അവന്റെ പ്രതിജ്ഞകളാണ്. ധാരാളമുള്ള പ്രതിജ്ഞകൾ. ളുഹൂറിനും അസറിനും മഗ്രിബിനും ഇശാക്കും ഒക്കെ അത് പുതുക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. സമ്പത്ത് ലഭിക്കുമ്പോഴേക്കും അവൻ ആ പ്രതിജ്ഞയിലേക്ക് കടക്കേണ്ടതുണ്ട്. ആ പ്രതിജ്ഞ അവന് അള്ളാഹുവിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. എപ്പോഴാണോ സമ്പത്ത് ലഭിക്കുന്നത് അത് നിന്റേത് മാത്രമാണ് എന്ന് സമ്മതിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ ആ പ്രതിജ്ഞ അരക്കിട്ട് ഉറപ്പിക്കുന്നതാണ്. സമയവും സമ്പത്തും ആരോഗ്യവും എല്ലാം ചെലവഴിച്ച് ഇസ്ലാമിന്റെ ഹജ്ജ് കർമ്മം ഉൾപ്പെടെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് പിന്നീട് ആ പ്രതിജ്ഞ ഒക്കെ നിരന്തരം എടുക്കുകയും കർമ്മരംഗത്ത് വരാതിരിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ നിങ്ങൾ ആയി പോകരുത്. ഈ പ്രതിജ്ഞകൾ നിരന്തരം എടുക്കുന്നു, ആ പ്രതിജ്ഞകൾ ആവർത്തിക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? അത് കർമ്മരംഗത്തേക്ക് അത് കൊണ്ടുവരാൻ സന്നദ്ധമല്ലാത്ത, അത് മുഴുവൻ കളവായി ഭവിക്കുന്ന, പറഞ്ഞത് മുഴുവനും വ്യാജമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരവസ്ഥ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവരുത് എന്ന് അള്ളാഹു തുടർന്ന് നീതിയുടെയും നന്മയുടെയും കാര്യത്തിൽ പ്രത്യേകിച്ചും, മ്ലേച്ഛതയും അതേപോലെ തിന്മയും നിരോധിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ചും ഉണ്ടായി പോകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഔഫൂ ബിഅഹദില്ലാഹി ഇദാ ആഹദതും വലാ തൻഖുദുൽ അയ്മാന ബഅദ തൗകീദിഹാ
വഖദ് ജഅൽതുമുല്ലാഹു അലൈക്കും കഫീല. നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്ത പ്രതിജ്ഞ അത് നിങ്ങൾ പാലിക്കണം. അള്ളാഹുവിനെ നിങ്ങളുടെ മേൽ സാക്ഷിയാക്കിക്കൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞ സത്യങ്ങളെ നിങ്ങൾ ലംഘിക്കരുത് നിങ്ങൾ. മാത്രമല്ല നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ മേൽ സാക്ഷിയാക്കിയിട്ടുണ്ട് എന്ന ഒരു ബോധം നിങ്ങൾക്ക് വേണം. നിരന്തരം നിങ്ങൾ അള്ളാഹുവിനെ നിങ്ങളുടെ മേൽ സാക്ഷിയാക്കിക്കൊണ്ടിരിക്കുന്നവരാണ്, നിങ്ങൾ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്ന ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ടതുണ്ട്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും നമ്മോട് പറയുകയാണ്, ഇന്നല്ലാഹ യഅലമു മാ തഫ്അലൂൻ, തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തി ഒക്കെയും അല്ലാഹു അറിയും. നിങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ പ്രതിജ്ഞയും നിങ്ങളുടെ പ്രവർത്തനവും തമ്മിൽ എന്താണ് ബന്ധമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാത്രമല്ല കരാറ് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, ആ കരാറ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നിരന്തരമുള്ള പ്രഖ്യാപനങ്ങളും നമസ്കാരവും സക്കാത്തും നോമ്പും ഹജ്ജും ഇസ്ലാമികമായ സംവിധാനത്തിൽ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന കോലത്തിൽ നിങ്ങൾ ഏർപ്പെടണം എന്നൊക്കെ പറഞ്ഞത് അള്ളാഹു ഇത് നിരന്തരം ഓർമ്മയുണ്ടാവാൻ വേണ്ടിയിട്ടാണ്, ഇതിന്റെ നൈരന്തര്യം നിലനിർത്തുവാൻ വേണ്ടിയിട്ടാണ്, ഇത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതിൽ നിന്ന് ശ്രദ്ധ വേറൊന്നിലേക്ക് തിരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അധിക ജനങ്ങളും ഇനി പറയുന്ന ഒരു ഭ്രാന്തി പെണ്ണിന്റെ ഒരവസ്ഥയിലേക്ക് എത്തും എന്ന് ഖുർആൻ തന്നെ നമുക്ക് തൊട്ടടുത്ത ആയത്തിൽ ഇതിനോട് ചേർത്ത് തന്നെ പറഞ്ഞു തരികയാണ്. ഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ എന്താണ്? വലാ തകൂനു കല്ലത്തി നഖലതു അസ്ലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസ, നിങ്ങളുടെ അവസ്ഥ ആ സ്ത്രീയുടേത് പോലെ ആയി പോവരുത്. നിങ്ങളെങ്കിലും അങ്ങനെ ഒരു ഭ്രാന്തി പെണ്ണിന്റെ അവസ്ഥയിലേക്ക് മാറാതിരിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവളുടെ പ്രത്യേകത എന്താണ്? ആ സ്ത്രീയുടെ ഭ്രാന്തി പെണ്ണിന്റെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, അവൾ സ്വന്തം കഠിനാധ്വാനം ചെയ്ത് പരിശ്രമിച്ചുകൊണ്ട് അവൾ ബലത്തിൽ നൂൽ നൂറ്റിട്ട് എന്ത് ചെയ്തും താൻ തന്നെ വേറെ ആരെങ്കിലും എന്നല്ല, തന്റെ കൈകളെ കൊണ്ട് തന്നെ, തന്റെ നിലപാട് കൊണ്ട് തന്നെ, തന്റെ പ്രവർത്തനം വഴി തന്നെ അവൻ എന്ത് ചെയ്യുന്നു? അതിനെ കഷ്ണങ്ങളാക്കി തുടർന്നുള്ള ദിനങ്ങളിൽ അത് പൊട്ടിച്ചെറിയുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇത് അധിക ജനങ്ങൾക്കും പറ്റുന്ന ഒരു മഹാ ദുരന്തമാണ്. ഇതൊരു തരം പിന്തിരിയലാണ് എന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമായി തന്നെ നമ്മളെ പഠിപ്പിക്കണം. അങ്ങനെ ഒരവസ്ഥ, ഗതികേട്, പിശാചിന്റെ വലയിൽപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തത്തഹിദൂന ഐമാനഹും ദഖലൻ ബൈനകും, അത്തരക്കാർ തങ്ങൾക്കിടയിലെ പ്രതിജ്ഞകളെ പരസ്പരം വഞ്ചിക്കുവാനുള്ള ഉപാധിയാണ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രതിജ്ഞ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? വഞ്ചിക്കുവാനുള്ള ഉപാധികളാക്കി. തുടർന്ന് പറയുന്നത് കൂടുതൽ ഭൗതിക നേട്ടങ്ങൾ ലഭിക്കുവാനുള്ള ഉപാധികളായിട്ടാണ് ഇവരുടെ മക്കയും കഅബയും പരിപാലനവും ഹജ്ജും കർമ്മങ്ങളും അതേപോലെ നോമ്പും അതുപോലുള്ള ഇത്തികാഫും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പരസ്പരം നേട്ടങ്ങള് മറ്റുള്ള സംഘത്തെ വഞ്ചിച്ചുകൊണ്ടാണെങ്കിലും തനിക്ക് വാരിക്കൂട്ടണം എന്ന ആ ആക്ര കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്രത്യേകിച്ച് നമ്മൾ രണ്ട് അവസ്ഥയിലാണ് ഇപ്പൊ മൊത്തം മനുഷ്യകുലം ഉള്ളത്. രണ്ടവസ്ഥയിൽ. ഒന്നെന്താണ്? നമുക്കാണ് ലോകയുദ്ധമാണ്. ലോകത്ത് ഒരു യുദ്ധമുഖത്താണ് ഇന്ന് ലോകം മുഴുവൻ. എല്ലാവരും അടുക്കളയിൽ ഉൾപ്പെടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുദ്ധം, സമാനതയില്ലാത്ത യുദ്ധം. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു യുദ്ധം നടന്നിട്ടില്ല എന്ന് വിലയിരുത്തപ്പെടുന്ന അവസ്ഥയിൽ ഇന്ന് ലോകം മുഴുവനും ആ യുദ്ധത്തിന്റെ കെടുതിയിലാണ് ഉള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് യുദ്ധം? അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രതിജ്ഞകളൊക്കെ അവർ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മറ്റൊരു അവസ്ഥയും കൂടെയാണ്, അതാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ തെരഞ്ഞെടുപ്പ് മുഖത്താണ് പ്രതിജ്ഞകളൊക്കെ പുതുക്കുന്ന, പ്രകടന പത്രികകളൊക്കെ ഇറക്കി വാഗ്ദാനങ്ങളുടെ ഒരു പേമാരി തന്നെ വർഷിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. എന്നാൽ ഇവർ നമസ്കരിച്ചും നോമ്പ് നോറ്റും അതേപോലെ ദൈവാരാധനകളും ക്ഷേത്രപ്രവേശനവും അതേപോലെ ചർച്ചും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്ത് പല നാമത്തിലും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഇവരൊക്കെ നേടിയെടുക്കുന്നത് എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രതിജ്ഞകളൊക്കെ ഇവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവരെക്കാളും ഞങ്ങൾക്ക് നേടണം, എന്നിട്ട് അതിനു വേണ്ടിയിട്ടാണ്. അൻതകൂനു ഉമ്മത്തുൻ ഹിയ അർബാ മിൻ ഉമ്മ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെക്കാൾ കൂടുതൽ നേട്ടങ്ങൾ നേടുന്നതിന് വേണ്ടിയാകുന്നു ഇവർ ഈ പ്രതിജ്ഞകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. നേട്ടങ്ങൾ, ഭൗതികമായ നേട്ടവും അതേപോലെ വഞ്ചിക്കുന്നതിനു വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ലോകതലത്തിൽ തന്നെ ഈ അവസ്ഥ. ഇത്തരം പ്രതിജ്ഞകളൊക്കെ ചെയ്യുന്ന ആളുകൾ
ഇത്തരം പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നമായ ബുലൂക്കുമുല്ലാഹു ബിഹി, തീർച്ചയായും ഈ ശബ്ദങ്ങളും പ്രതിജ്ഞകളും വഴി അള്ളാഹു അത്തരക്കാരെ പരീക്ഷണത്തിൽ അകപ്പെടുത്തുക തന്നെ ചെയ്തിരിക്കുന്നു. അള്ളാഹു പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ പരീക്ഷണത്തിൽ അകപ്പെടുത്തി. എന്നിട്ട് അള്ളാഹു പറയുന്നു, വല യുബയ്യിനന ലക്കും യൗമൽ ഖിയാമത്തി മാ കുൻതും ഫീഹി തഖ്തലിഫൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും പുനരുദ്ധാന നാളിൽ അവൻ നിങ്ങളുടെ സകല ഇടപാടുകളുടെയും സത്യാവസ്ഥ തുറന്നു കാണിക്കുക തന്നെ ചെയ്യും. ഇതിപ്പോ കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഈ തുറന്നു കാണിക്കൽ എന്ന് കരുതി ആ സമയത്ത് അത് അതീവ ഗൗരവമുള്ള വിഷയമാവാതെ പോകില്ല. ഇതിന്റെ ഇടയിൽ കൊടാനുകൂടി വർഷങ്ങൾ കഴിഞ്ഞു പോകും. അത് എന്നോ വരാനുള്ളതല്ലേ എന്ന് ചിന്തിക്കുന്നവൻ എത്ര വലിയ വിഡ്ഢിയാണ്. എന്നായാലും അത് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ കഴിഞ്ഞ കാലം കുറെ ഉണ്ടായിരുന്നു എന്ന് കരുതി നമുക്കില്ലല്ലോ. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത് വലിയ പ്രയാസം തന്നെയാണല്ലോ, എന്ത് ദുഃഖമാണെങ്കിലും. ഈ ഒരു യാഥാർത്ഥ്യമുണ്ട്. എത്ര കോടാനുകോടി വർഷം കഴിഞ്ഞാൽ സത്യനിഷേധി ജൂതന്മാരെ കുറിച്ച് ഖുർആൻ സുബ്ഹാനഹു വ തആല അല്ലാഹു പറയുന്നുണ്ട്, അവർ 1000 വർഷം ജീവിച്ചെങ്കിൽ എന്നാ കൊതിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നതാണ്, അവർക്ക് പ്രായാധിക്യം വന്നു, അവർ 1000 കൊല്ലം ജീവിച്ചു വൃദ്ധന്മാരായി അവശരായി എന്ന് കരുതി, അവരൊന്നിനും കഴിയാത്ത ദഈഫായ അവസ്ഥയിലാണെങ്കിൽ എന്ന് കരുതി അവർ ശിക്ഷയിൽ അവർക്കൊരു ഇളവും അല്ലാഹു നൽകാൻ പോകുന്നില്ല. നമ്മൾക്കിപ്പോ ഈ കളവനൊക്കെ ഇനിയിപ്പോ എങ്ങനെയാ ശിക്ഷിക്കുക? ഇത്രയും ദുർബലന നമുക്ക് വയസ്സുള്ള ആളെ കാണുമ്പോൾ നമുക്കൊരു കാരുണ്യം വരാറുണ്ട്. ഈ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി തന്നെ പറയുകയാണ്, പ്രായാധിക്യമൊന്നും ഒരിക്കലും അവരെ ശിക്ഷയിൽ നിന്ന് യാതൊരു ഇളവും അവർ നേടിക്കൊടുക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ഏത് കാലം കഴിഞ്ഞാലും ഇതിന്റെയൊക്കെ മുന്നിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഇത് കൊണ്ടുവരുന്ന ഒരു സമയം വരാനുണ്ട്. അത് ഈ നിമിഷങ്ങളിലെ ഓരോ നിമിഷങ്ങളും നിമിഷാർത്ഥങ്ങളുമാണ് അവിടെ വിലയിരുത്തപ്പെടുക. അതുകൊണ്ട് ഇതിനൊക്കെ അതിന്റെ പ്രാധാന്യവും ഗൗരവവും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. വിശ്വാസി സമൂഹം അതീവ ഗൗരവത്തോടു കൂടി പ്രാവർത്തികമാക്കേണ്ട ഗൗരവമുള്ള കുറെ വിഷയങ്ങൾ, അതിൽപ്പെട്ട നോമ്പിനെ അള്ളാഹു പ്രയോഗിച്ചൊരു പ്രയോഗം നമ്മൾ ആവർത്തിച്ച് കേൾക്കേണ്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുതിബ അലൈക്കുമുൽ നോമ്പ് പറഞ്ഞത്. അപ്പൊ നോമ്പിന്റെ ഗൗരവം നമ്മൾ മനസ്സിലായി. നമ്മൾ നോമ്പ് മുഴുവനും അനുഷ്ഠിച്ചു, ഒന്നുപോലും വിടാതെ. പിന്നെ അതിന് ശേഷം സുന്നത്ത് നോമ്പും എടുക്കുന്ന അവസ്ഥ ഉണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുന്നു നോമ്പിന്റെ കാര്യത്തിൽ. എന്നാൽ 178 ആയത്തിലാണ് 183 ആയത്തിലാണ് ഈ നോമ്പ് കുത്തിബ പറയുന്നത്, നോമ്പിന്റെ കുത്തിബ പറയുന്നത്. എന്നാൽ അതിന്റെ തൊട്ട് മുമ്പ് 178, 178ഉം 183ഉം തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ അതിന്റെ മുമ്പാണ് 173. ആ 173 അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കുത്തിബ പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുൽ ഖിസാസ് ഫിൽ ഖത്ല, അല്ലയോ വിശ്വാസികളെ, നിങ്ങളുടെ മേൽ പ്രതിക്രിയ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടാൽ അയാളുടെ പകരം വധിക്കപ്പെടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അയാൾ വീണ്ടും ആളുകളെ പോയി കൊല്ലും. അതല്ലേ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതാണ് ലോകതലത്തിൽ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് റൗഡിത്തരങ്ങൾ. അതേപോലെ നോക്കൂ നിങ്ങൾ, കൊട്ടേഷൻ സംഘങ്ങളാണ് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊട്ടേഷൻ സംഘങ്ങളാണ്. അവർ ജനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കൊള്ള നടന്നുകൊണ്ടിരിക്കാനുള്ള കാരണക്കാരാരാണ്? നോമ്പ് നോറ്റവര്. നിങ്ങൾ അതിന്റെ മുമ്പ് ഒരു ബാധ്യതയിലേക്ക് കടന്നിട്ട് വേണം നോമ്പിലേക്ക് പ്രവേശിക്കാൻ. അതേതാണ്? പ്രതിക്രിയ. അത് നിങ്ങളാണ് നടപ്പാക്കേണ്ടത്. ഈ പ്രതിക്രിയ, ഖുർആനിലുള്ള ഈ പ്രതിക്രിയ അത് നടപ്പാക്കാൻ വേറൊരു കൂട്ടർ വരും എന്ന് വിചാരിച്ച് നടക്കുന്നവര് അങ്ങനെയല്ല. അത് നടപ്പാക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ അതിലേക്ക് കടന്നു വരണം. എന്നിട്ട് അല്ലാഹു പറയും, അവിടെയും തഖ്വ തന്നെ പറയുന്നത്. പ്രതിക്രിയാ നിയമത്തിൽ നിങ്ങൾക്ക് ജീവിതമാണ് കേട്ടോ ഉള്ളത്, ജീവിതമാണ് കേട്ടോ ഉള്ളത്. അല്ലയോ ബുദ്ധിമാന്മാരെ, ബുദ്ധിശൂന്യമാണെന്നർത്ഥം. അല്ലാഹു ബുദ്ധി വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ബുദ്ധി ഇവിടെ കാണിക്കണം. നോമ്പ് നോൽക്കുന്നിടത്ത് കാണിക്കുന്നതിനേക്കാളും വലിയ ബുദ്ധി, വലിയ തന്റേടം, ആർജവം നിങ്ങൾ കാണിക്കേണ്ടത് ഇവിടെയാണ്. നോമ്പിന്റെ കാലത്ത് ബുദ്ധിമാന്മാരെ എന്ന് വിളിച്ചിട്ടില്ല. ഇവിടെയാണ് ബുദ്ധിമാന്മാരെ. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടോ? ഉണ്ടെന്നാണോ വാദം? എങ്കിൽ ഇതാ ഇതിലേക്ക് കടന്നു വരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. നിങ്ങൾ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കും. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് കുതിബ അലൈക്കുമുസ് സിയാം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് തുടർന്ന് ഇത് നടപ്പാക്കാൻ ശക്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു കുതിബ അലൈക്കുമുസ് സിയാം പറയുന്നത്. ഈ പറഞ്ഞ പണി കേൾക്കാതിരിക്കുകയും എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ ഭ്രാന്തി പെണ്ണിനെ പോലെ എന്ത് ചെയ്യുന്നു? വീണ്ടും 37 പഴയ അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ അത് നിങ്ങൾക്ക്
എന്നിട്ട് നോക്കൂ, നിങ്ങൾ ആരുടെ കൂടെയാണ് കൂടിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ രസം. ഈ നിയമം നടപ്പാക്കാൻ പറഞ്ഞ ഒരു ജനത, അറബ് നാടുകൾ പ്രത്യേകിച്ച് എന്നിട്ട് നടപ്പാക്കുന്നില്ല. അതിനുവേണ്ടി ലോകതലത്തിൽ ശ്രമം നടത്തിയാൽ അള്ളാഹു സഹായിക്കും. എല്ലാ വഴികളും അള്ളാഹു തുറന്നു കൊടുക്കും. അവരെങ്ങാനും അതിലിറങ്ങിയാൽ അത് പൂർത്തീകരിച്ചിട്ടേ അള്ളാഹ് അടങ്ങും. അല്ലാഹു മുത്തിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂന്നും മുശ്രിക്കൂന്നൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പൂർത്തീകരിക്കും. അവരിറങ്ങിയാൽ നിങ്ങൾ ഒരടി വെച്ചാൽ തന്നെ മതി, ഞാൻ ഓടി വരും എന്നൊക്കെ പറഞ്ഞിട്ടും അതിലേക്ക് ഇറങ്ങിയില്ല എന്ന് മാത്രമല്ല, അവരിപ്പോ എവിടെയാണ് താവളം? അവരുടെ താവളം എവിടെയാണ്? അവരുടെ രാജ്യം ആർക്കാണ് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത്? ചേക്കേറാൻ അനുവദിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഇദ് തഅദ്ദന റബ്ബുക ലയബ്അസന്ന അലൈഹിം ഇലാ യൗമിൽ ഖിയാമത്തി മൻ യസ്മുഹും സുഅൽ അദാബ്. താങ്കളുടെ നാഥൻ പ്രഖ്യാപിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവണം. ഇസ്രായേൽ വംശത്തിന്റെ മേൽ, ജൂതന്മാർ ഇസ്രായേൽ വംശത്തിന്റെ മേൽ അവരെ നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന ഒരു ജനവിഭാഗത്തെ അന്ത്യനാൾ വരേക്കും നാം നിയോഗിച്ചു കൊണ്ടിരിക്കും. അത്രയും അക്രമികളാണവർ. കണ്ടതല്ലേ നമ്മൾ. നോക്കൂ നിങ്ങൾ, ഇറാനില്, ഫലസ്തീനിലേക്കൊക്കെ പോകട്ടെ, ഫലസ്തീനിൽ കഴിഞ്ഞ അധ്യായമായിട്ടാണ് പലരും കണ്ടുകൊണ്ടിരിക്കുന്നത്. പിഞ്ചോമനുകൾ എത്രയാ കൊന്നൊടുക്കത്. ഇപ്പൊ ഇറാൻ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ 160 ചില്ലാനും പിഞ്ചുവൈതങ്ങളെ കൊന്നുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അത്രയും വൃത്തികെട്ടവന്മാർ. നമ്മുടെ മക്കളെ, നമ്മുടെ മടിയിലിരിക്കുന്ന പിഞ്ചോമനകളെ മനസ്സിൽ കണ്ടുവച്ച് നമ്മളൊന്ന് കേട്ടു നോക്കൂ. നമുക്കറിയാൻ സാധിക്കും എന്താണ് ആ പിഞ്ചോവൈതങ്ങൾ ചെയ്തത്, എന്തിന്റെ പേരിലാണ് ഈ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിഷ്ഠൂരമായ പ്രവർത്തനം പ്രവർത്തിക്കുന്നവർക്കെതിരെ ഞാൻ നിരന്തരം ഒരു സമൂഹത്തെ നിയോഗിച്ചു കൊണ്ടിരിക്കും, അന്ത്യനാൾ വരേക്കും. ശപിക്കപ്പെട്ട വിഭാഗത്തിന്റെ കൂടെ പോയി ചേർന്ന് അവർക്ക് താവളം ഒരുക്കി കൊടുത്ത്, അവർക്കിത് സന്നാഹങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ആളുകൾ, അവർ ഈ ഭ്രാന്തി പെണ്ണിനെക്കാളും കഷ്ടമാണ്. നോമ്പ് നോൽക്കുക, ഹജ്ജ് നടത്തുക, ബൈത്തുൽ മുഖദ്ദിസ് പരിപാലിക്കുക, അതേപോലെ തന്നെ എന്താണ് മസ്ജിദുൽ ഹറാമും അതേപോലെ മസ്ജിദ് നബവിയൊക്കെ പരിപാലിക്കുക. എന്നിട്ട് ഈ ഗതികെട്ട അവസ്ഥ, വല്ലാത്തൊരു കഷ്ടകാലമാണ്. ജീവിതം പോയി അവർക്ക്. അവർ 2030 പ്രൊജക്ടൊക്കെ റെഡിയാക്കി വന്നുകൊണ്ടിരിക്കുമ്പോ അവസാനം ഹറമിൽ വരെ ഗതിയില്ലാത്തൊരവസ്ഥയിലേക്ക്, ഹറമിൽ വരെ നിർഭയത്വം. കാരണം ഹറമിന് ജൂതനെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഹറമിന്റെ സംവിധാനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് മുമ്പ് ബിൻലാദനായിരുന്നു. ബിൻലാദൻ ഗ്രൂപ്പിനെ തഴഞ്ഞുകൊണ്ട് പല സംഘങ്ങളും കടന്നു വന്നിട്ടുണ്ട്. ഈ ബിൻലാദൻ എന്ന് പറയുന്നത് ശരിക്കും ആരാണെന്നറിയോ? ഈ ഇന്ത്യയിലെ അംബാനിയാണ്. ഏറ്റവും വലിയ കോടീശ്വരനാണ് ബിൻലാദൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സൗദി അറേബ്യയിലെ. എവിടെ നിന്നാണ് അത് സ്പ്ലിറ്റായി പോകുന്നത്? ഭരണകൂടവുമായി സ്പ്ലിറ്റായി പോകുന്നത് എപ്പോഴാണ്? അമേരിക്കക്ക് താവളം അനുവദിച്ചു. ബിൻലാദൻ അരുതെന്ന് പറഞ്ഞു ബിൻലാദൻ. പക്ഷെ അവർ കേട്ടില്ല. ആ ബിൻലാദനെ തഴഞ്ഞുകൊണ്ട് അമേരിക്കക്ക് താവളം അനുവദിച്ചു. അവസാനം ബിൻലാദൻ നോക്കി നിൽക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഒറ്റയ്ക്ക് വഴിതിരിഞ്ഞു പോയി. അങ്ങനെയാണ് ലോകത്ത് ഒരുപാട് കലാപങ്ങൾ, വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം വരെ ഉണ്ടായത്. അതിന്റെ പിന്നാമ്പുറത്ത് ബിൻലാദന്റെ ആരോപണം, അദ്ദേഹം ചെയ്തില്ല എന്നുള്ളത്, ആരാ ചെയ്തതെന്നൊക്കെ അതിന്റെ പിന്നാമ്പുറം പരതിയാൽ കിട്ടിയിട്ടുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ ആ രീതിയിലേക്ക് പ്രകോപിപ്പിച്ച് ഒരു നാടിന് ഒറ്റുകൊടുത്ത് അമേരിക്കക്ക് താവളം അനുവദിച്ചതിന്റെ പേരിലാണ് ബിൻലാദൻ അവസാനം എന്തായി മാറുന്നത്? വഴിതിരിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ആ താവളം അന്ന് അദ്ദേഹം ഒരുപക്ഷെ ഇപ്പോ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി നോക്കുമ്പോൾ ആ ബിൻലാദന്റെ പേരിൽ പലതും ആരോപണമാണ് എന്നും അദ്ദേഹം അങ്ങനെയെങ്കിലും തന്റെ കഴിവച്ച് പ്രതികരിച്ചല്ലോ, ആ രാജതമ്പുരാക്കന്മാരോട് പ്രതികരിച്ചല്ലോ എന്നത് ഒരു പക്ഷേ അള്ളാഹുവിനെ അറിയൂ. എന്താണ് അള്ളാഹു പോലും അയാളുടെ അവസ്ഥ എന്താണെന്ന്. അപ്പൊ അദ്ദേഹം അത്രതെങ്കിലും ചെയ്തല്ലോ എന്ന് തോന്നിപ്പോകുന്ന രംഗമാണ് ഇന്നത്തെ ഭരണകൂടങ്ങൾ നോക്കി നമുക്ക് പറയാൻ തോന്നുന്നത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഈ അള്ളാഹു ശപിച്ച ഈ കൂട്ടരെ തേടി പിടിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും അമാന്തം കാണിച്ചു പോകരുത്. തേടി പിടിച്ച് കൈകാര്യം ചെയ്യുന്നിടത്ത് അമാന്തം കാണിച്ചതാണ് ലോകം ഇന്ന് എല്ലാ കെടുതികളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഫാസിസം ഇവിടെ വളർന്നത് എന്തുകൊണ്ടാണ്? ഇസ്രായേലാണ് അതിന് കാരണം. ഫാസിസം വളർന്നത് ഈ രാജ്യത്തുള്ള ഓരോ മനുഷ്യന്റെയും വോട്ടവകാശം ഉൾപ്പെടെ ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ പിന്നാമ്പുറം, പള്ളി പൊളിച്ചതൊക്കെ പോവട്ടെ, ഇനിയും പൊളിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി കൊന്നൊടുക്കുന്നതും അതേപോലെ അഖ്ലാഖും അതുപോലുള്ള സംഗതികളൊക്കെ മാറ്റിവെച്ച് വോട്ടവകാശം, പ്രാഥമികമായ ഒരു നാടിന്റെ പ്രാഥമികമായ അംഗത്വം, പൗരത്വം അതുൾപ്പെടെ ചോദ്യം ചെയ്യപ്പെട്ടതിന്റെ പിന്നിൽ ഈ ജൂതരാണ്. ഈ ജൂതനെ സൗകര്യം ചെയ്തു കൊടുത്തവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അവരെ പിടികൂടാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ജനത അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവരെന്ത് ചെയ്തു?
അതുകൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വലാ തഹിനു ഫിത്തിആദിൽ ഖൗം ഇഫ്തിയാൽ ഖൗം, അതായത് ആ ജനത്തെ തേടി പിടിക്കുന്നത് നിങ്ങൾ ദൗർബല്യം അമാന്തം കാണിച്ചു പോകരുത്. ആ ജനതയെ അള്ളാഹു ശപിച്ച ഈ ജനതയെ തേടി പിടിക്കുന്നതിൽ നിങ്ങൾ അമാന്തം കാണിച്ചു പോകരുത്. ഇൻ തകൂനു തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾ ക്ലേശം അനുഭവിക്കുന്നു, ശരിയാണ്. ഇസ്രായേലിനെതിരെ നിന്നാൽ അമേരിക്കക്കെതിരേക്ക് അമേരിക്കന്റെ ഏറ്റവും വലിയ വലങ്കയും കൂടെയാണല്ലോ. നിന്നാൽ കുറച്ച് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട ഒരു പ്രയാസമുണ്ട്, സംഗതി ശരിയാണ്. ഇറാനെ നോക്കിക്കൊണ്ട് ഇറാനിൽ ഇപ്പൊ ഈ ആയത്ത് എങ്ങനെയായിരിക്കും വർക്കൗട്ട് ആവുക നോക്കാലോചിച്ച് നോക്കുക. ഈ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെങ്ങനെ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ക്ലേശം നിങ്ങൾ തേടിപ്പിക്കുന്നതിൽ പുറകോട്ട് പോകരുത്, മുന്നോട്ട് പോയി അവരെ പിടിക്കവരെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ അല്പം പോലും പുറകോട്ട് വരല്ല. നിങ്ങൾ വരാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ ക്ലേശം അനുഭവിക്കുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നതാണ് എങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെ പോലെ അവരും ക്ലേശം അനുഭവിക്കുന്നുണ്ട്. നിങ്ങൾ ക്ലേശം അനുഭവിക്കുന്നത് പോലെ അവരും ക്ലേശം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ വകാന അല്ലാഹു അലീമൻ ഹകീമ, എന്നാൽ അവർ പ്രതീക്ഷിക്കാത്ത നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? അവർ സ്വർഗം പ്രതീക്ഷിച്ചിട്ടല്ല അവർ ക്ലേശം അനുഭവിക്കുന്നത്. അള്ളാഹുവിന്റെ ശാശ്വതമായ സ്വർഗത്തിന് വേണ്ടിയിട്ടല്ല, അത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. അവർ ദുനിയാവിൽ അപ്പക്കഷ്ണങ്ങൾ കിട്ടാനും അത് വാരിക്കൂട്ടാനും അത് ആക്ര കാണിച്ചുകൊണ്ടാണ് അവർ ക്ലേശം അനുഭവിക്കുന്നത് എങ്കിൽ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾക്ക് ഈ ക്ലേശം അനുഭവിക്കുക വഴി ഇഹലോകത്ത് സമാധാനം കിട്ടുന്നു, നാളെ പരലോകത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ ശാശ്വതമായ സ്വർഗം നിങ്ങൾ പ്രതീക്ഷിക്കുന്നില്ലേ? അപ്പൊ അതിനേക്കാളും മുൻകടന്ന് നിങ്ങൾ ക്ലേശത്തിന് തയ്യാറായി ഈ ജനതയെ പിടികൂടുവാൻ എന്തുകൊണ്ട് നിങ്ങൾ തയ്യാറാവുന്നില്ല? അള്ളാഹു ആവട്ടെ എല്ലാം അറിയുന്നവന് യുക്തിമാനുമാകുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. ഒരു കാലം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ പ്രവാചകൻ പറഞ്ഞു, ലാ തഖൂമു സഅതു ഹത്താ യുഖാതിലുൽ മുസ്ലിമൂനൽ യഹൂദി, അന്ത്യനാൾ വരികയല്ല മുസ്ലിം സമൂഹം ജൂതന്മാരുമായി യുദ്ധം ചെയ്തിട്ടല്ലാതെ. ഇതാ നടന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേലും ഇറാനും. ഇത് ഏതോ കാലത്തിന് വരാൻ പോണതാണെന്നും കരുതി കാത്തിരിക്കല്ല, നമ്മൾ അതിലാണ്. നമ്മൾ ലൈവായിട്ട് നമുക്ക് അവസരമുണ്ട്, നമ്മളും പങ്കാളികളാണ്. നമുക്ക് മുമ്പത്തെ മാതിരിയൊന്നുമല്ല, പ്രാർത്ഥിച്ചിരിക്കൽ മാത്രമൊന്നുമല്ല ഇപ്പൊ ചെയ്യാനുള്ളത്. നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. പത്രമീഡിയകളും പ്രസിദ്ധീകരണങ്ങളിലും ഓൺലൈൻ രംഗത്തും ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ നമ്മുടെ കയ്യിലുമുണ്ട്, നമ്മുടെ വിരൽത്തുമ്പിലുമുണ്ട്. വിശുദ്ധ ഖുർആനുണ്ട്, അതിന്റെ ആയത്തുകളുണ്ട്. സന്ദർഭോചിതമായി അത് പഠിക്കാനും പഠിപ്പിക്കുവാനും ഒക്കെ അവസരങ്ങൾ നമുക്കുമുണ്ട്. പക്ഷെ നമ്മളെവിടെയാ? ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ ഏത് ലോകത്താണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അന്ത്യനാള് വരികയില്ല, ജൂത സമൂഹവുമായി ഈ ആദർശശാലികൾ പോരാട്ടം നടത്തിയിട്ടല്ലാതെ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുകയും അത് നടക്കുക തന്നെ ചെയ്യും. എന്നിട്ട് എന്താണ് സംഭവിക്കുക? യുഖ്തലുഹുൽ മുസ്ലിമൂന ഹത്താ യഹ്തിയൽ യഹൂദിയ്യു മിൻ വറാഇൽ ഹജരി വസ്സജർ, അങ്ങനെ മുസ്ലിങ്ങൾ ജൂതന്മാരെ കൊല്ലും. ജൂതനാവട്ടെ, ജൂതന്റെ അവസ്ഥ ഇപ്പതാ നടന്നുകൊണ്ടിരിക്കുന്നത്, കല്ലിനും മരത്തിനും പിന്നിൽ ഒളിച്ചിരിക്കും. ഇപ്പൊ ആസ്ഥാനത്ത് വന്ന് വീണിരിക്കുന്നു, ആസ്ഥാനത്ത് എല്ലാം കൂട്ടി വെച്ചിരിക്കുന്നു. അയണ്ടപ്പൊക്കെ എന്നോ തകർന്നുപോയി, അതൊക്കെ തകർന്ന് തരിപ്പണമായി കഴിഞ്ഞു. ഇപ്പൊ എന്നിട്ട് ആസ്ഥാനത്ത് വന്ന് വീണപ്പോ വല്ലാത്ത ബേജാറില്ല, വല്ലാത്തൊരവസ്ഥയിലാണ്, പരക്കം വാഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി എവിടത്താ പോകുന്നത്? നേരത്തെ പലപ്പോഴും ഹമാസിന്റെ തലവൻ, ഹമാസിന്റെ രൂപപ്പെടുത്തിയ അഹമ്മദ് യാസീൻ പറഞ്ഞു 2027 ഇത് 26 2026 ആവുന്നതോടുകൂടി അവർ ഭൂപടത്തിൽ നിന്ന് നീക്കപ്പെടും. അവിടെ കാണോ കാര്യങ്ങൾ. ഇസ്രായേൽ ഭൂപടത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടും. അവിടെ കാണോ, അല്ലാതെ രക്ഷയില്ല. നിങ്ങൾ അറബികളെ, നിങ്ങൾക്ക് ജീവിക്കാമെന്നൊന്നും വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ വെറുതെ വിടുകയില്ല. നിങ്ങൾ അവിടുന്ന് താവളം ഉപേക്ഷിച്ചാൽ മാത്രം പോരാ, അവിടെയുള്ള ഒരുത്തനുമില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ ശത്രു വിഭാഗത്തിൽപ്പെട്ട ഒരുത്തനുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ആസ്ഥാനങ്ങളിൽ അത് ഇട്ടുകൊണ്ട് തന്നെ ഇരിക്കും. അതിനുള്ള സംവിധാനമൊക്കെ നൂറുകണക്കിന് മീറ്ററും അടിയും താഴത്താണ് മിസൈൽ സംവിധാനം. ആർക്കും അങ്ങോട്ട് അടുക്കാനും പറ്റില്ല. മേലെന്നിട്ട് എന്ത് വർഷിച്ചാലും അവിടേക്ക് എത്തുകയുമില്ല. ആ രീതിയിൽ സംവിധാനങ്ങൾ ചെയ്തിരിക്കുന്നു. ഈ ഇറാൻ തന്നെയാണ് ഹൂത്തികളുടെ പിന്നാമ്പുറത്തുള്ളത്. ഈ ഇറാൻ തന്നെയാണ് അതേപോലെ ഹിസ്ബുള്ളയുടെ പിന്നാമ്പുറത്തുള്ളത്. ഈ ഇറാൻ തന്നെയാണോ ഫലസ്തീനിൽ ഈ ഗുഹകളിൽ ഉണ്ടാക്കിയത്? ഈ താവളങ്ങൾ, ഒളിത്താവളങ്ങൾ മുഴുവനും ഉണ്ടാക്കി കൊടുത്തത് ഈ ഇറാൻ തന്നെയാണോ? പരിശോധിക്കേണ്ടതാണ്. ഇവരെ എന്താണ് ഷിയാക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ല. എത്ര വിവരം കെട്ട അവസ്ഥയാണ് ഷിയാക്കളാണെന്ന് എന്താ കാര്യം? അത് നമ്മുടെ കുടുംബത്തില് രണ്ട് കൂട്ടര് കുടുംബങ്ങൾ സ്പ്ലിറ്റായിട്ട് ഏട്ടനും അഞ്ചനും തമ്മിൽ തെറ്റിയിട്ട് ഏട്ടന് ഉണ്ടാവുന്നതൊക്കെ സീതി സുന്നത്ത് പെടില്ല എന്നങ്ങനെ ആര് പറയാം? രണ്ടൊരു കുടുംബത്തിൽ നിന്നുള്ളതല്ലേ? ഏട്ടനും അഞ്ചനും
ഇതെങ്ങനെ അതെങ്ങനെ പറയാ? പച്ച വ്യാജമല്ലേ? രണ്ടും ഒരു വിഭാഗമാണ്. ഷിയാക്കളാവട്ടെ സുന്നികളാവട്ടെ, അത് ശിർക്ക് രണ്ടു കൂട്ടരിലുമുണ്ട്, അതുപോലെ ബിദ്അത്ത് രണ്ടു കൂട്ടരിലുമുണ്ട്, അതേപോലെ കൊടിയ മുനാഫിക്കുകൾ രണ്ടു കൂട്ടരിലുമുണ്ട്. അതൊന്നിനും നിഷേധിക്കാൻ കാരണമാണ് വലിയ വിവരമുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും സംസാരിച്ചുകൊണ്ട് വലിയ വിവരജ്ഞനാണ്, ഏറ്റവും വലിയ സലഫി വിഭാഗത്തിലൊക്കെ ഞാൻ വേറെടുത്ത് പറയുന്നില്ല. വളരെ ദയനീയമായ ചിത്രം, വളരെ ദയനീയം. എന്താണ് അവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ കേട്ട് നമ്മളൊക്കെ വിഡ്ഢികളായി പോയല്ലോ. വിവരമുള്ളവരാണെന്ന് കരുതി നമ്മൾ കേട്ടു നോക്കിയതൊക്കെ വിഡ്ഢിത്തമായിരുന്നല്ലോ എന്ന് തോന്നുമാറ് വഷള് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ഷിയാ വിരോധം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. അതുകൊണ്ട് അതാണ് ഒരു സംഗതി. എടുക്കേണ്ട വിധം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർ നിന്യരും നീചരുമാക്കപ്പെടും. പൂർണ്ണമായി എടുക്കാഞ്ഞാൽ, അങ്ങനെയല്ലോ, പൂർണ്ണമായി എടുക്കാഞ്ഞാൽ ശിക്ഷയ്ക്ക് വിധേയപ്പെടുകയും ചെയ്യും. ഞാൻ പലപ്പോഴും പറയാനുള്ള ഉദാഹരണം, നിങ്ങൾ നടത്തുന്ന ഒരു സ്ഥാപനത്തില് പൂർണ്ണമായി വിധേയപ്പെടുന്നവരെ നിങ്ങൾ വിളിക്കുള്ളൂ. കുറച്ചൊക്കെ വിധേയപ്പെട്ട് വേറെ ഏതെങ്കിലും ഭാഗത്ത് വിപരീതം ചെയ്തു കഴിഞ്ഞാൽ അവനെ ഉപേക്ഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ കഴിവനുസരിച്ച് അവനെ കൈകാര്യം ചെയ്ത് പാഠം പഠിപ്പിച്ചിട്ട് വിടൂ. ഇതാണ് അള്ളാഹുവിന്റെ നിലപാട്. ഇതാണ് അള്ളാഹുവിന്റെ. ചില കാര്യങ്ങളൊക്കെ എടുത്ത് മറ്റു ചില കാര്യങ്ങൾ മാറ്റിവെച്ചാൽ ദുനിയാവിൽ അവർ നിന്യരും നീചരുമാക്കപ്പെടും. അറബികൾ അത് ആയിക്കൊണ്ടിരിക്കുന്നു, നിന്യരും നീചരും. ഒരു ആയത്ത് പോകാൻ അർഹതയുണ്ടോ? എല്ലാ അറബികളെ കുറിച്ചല്ലോ പറയുന്നത്. അറബ് തമ്പുരാക്കന്മാർ ഇപ്പോഴും അമേരിക്കയും ഇസ്രായേലിനെയും പിന്തുണക്കുന്ന അറബ് രാജാക്കന്മാർക്ക് ഒരായത്തിന്റെ കഷ്ണം ഓതാനുള്ള അർഹതയുണ്ടോ ഭൂമിയിൽ? ഒരു മിസൈൽ ഒന്നാണ് ഇട്ടു നോക്കട്ടെ, അപ്പോഴറിയാം ജനം മുഴുവൻ വിളകും. അവർക്കറിയാം ലോകം മുഴുവനും ഇങ്ങനെ തിളച്ചു നിൽക്കുകയാണ്. അറബ് നാടുകളിൽ മാത്രമല്ല, ജപ്പാനിലും അതുപോലുള്ള ലോകരാജ്യങ്ങളിലും മുഴുവനും, ഇന്ത്യയിൽ ഉൾപ്പെടെ ഇറാനിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇട്ട് കുറെ കാലമായി ഞങ്ങളിത് സഹിക്കുന്നു എന്ന് പറഞ്ഞ് നിന്നെ അവരെ തൊടാൻ കഴിയാത്തതിൽ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കുകയാണ് ജനത. അങ്ങനെ എല്ലാ മനുഷ്യരും ഉള്ളതാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു കള്ളനിങ്ങനെ വരസ കിടന്നിട്ട് നമ്മുടെ അയൽപക്കത്തും ചുറ്റുവട്ടത്തും ഒക്കെ നമ്മൾ ഒരുപാട് ശ്രമം നടത്തി നോക്കി, കിട്ടുന്നില്ല. ഏതോ ഒരു ദിവസം തീവ്രമായ ശ്രമം നടത്തി, ഒരു ദിവസം വർഷങ്ങളെടുത്ത ശ്രമമാണ് നടത്തിയിട്ട് ഒരു ദിവസം അവൻ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ അടുക്കളയിലെ സ്ത്രീകൾ വരെ വരും, ഞാൻ ഒരടി അവനെ കൊടുക്കട്ടെ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന ഖുർആനാണ്. നിഷ്ഠൂരമായി പീഡിപ്പിക്കുന്ന ഒരു ജനതയെ അവരെ രക്ഷകരാക്കി ഭരിച്ചു കഴിഞ്ഞാലുള്ള നിന്ദ്യത, അതാണ് അള്ളാഹു ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, അതുകൊണ്ട് എത്രത്തോളം കല്ലുകളും മരങ്ങളും വരെ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുക? യാ മുസ്ലിം, യാ അബ്ദുള്ള. എല്ലാവരും മുസ്ലിം സമുദായത്തല്ലേ വിളിക്കുന്നത്. അള്ളാഹുവിന് ഇതേപ്പെട്ട അടിമേ, ആദർശശാലിയായവനെ, ഹാദാ യഹൂദി, ഇതാണ് യഹൂദി നമ്മുടെ ഖൽഫി ഫതആലു ഫഖ്തുലുഹു. ആ മരവും കല്ലുമൊക്കെ വിളിച്ചു പറയും, എന്റെ പുറകിലുണ്ടവൻ, ഇവനിങ്ങനെ ഒളിച്ച് ബീരുവായി കിടക്കുന്ന ഇവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കല്ല് വരെ ഒഴിഞ്ഞു മാറും. കൊടുക്കടാവരെ എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഇതല്ലേ ഒരു ഗതിയും? കുറെ കാലമായിട്ട് അവർക്കൊരു ഗതിയില്ല. അങ്ങനെ അമേരിക്ക കൊണ്ടുവന്ന് ഫലസ്തീന്റെ നെഞ്ചത്ത് അവർക്ക് ഒരുപാട് ഏരിയകൾ, ഒരുപാട് മരുഭൂമി, പല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ വലിയത് ഒഴിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇത് കൊണ്ടുവെക്കണമെന്ന്, അവിടെ തന്നെ കൊണ്ടുവെക്കണം, ഈ ആദർശശാലികളുടെ നെഞ്ചത്ത് കൊണ്ടുപോയി സ്ഥാപിക്കണമെന്ന് അള്ളാഹുവിന്റെ കളാണ്. കാരണം അപ്പോഴാണ് ലോകം ഒന്നിച്ച് അവരുടെ മേൽ വരികയുള്ളൂ. ഈ ആദർശ വിശ്വാസികൾ ഒന്നിച്ച് ലോകത്തിന്റെ നാനാഭാഗത്തു കൂടി വരുന്നൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് നിഷ്ഠൂരമായ പീഡനം. അതുകൊണ്ട് സഹോദരങ്ങളെ സഹോദരികളെ, നമ്മൾ എവിടെ നിൽക്കുന്നു? ഇത്തരം സന്ദർഭത്തിൽ നമ്മളെ നോമ്പ് എവിടേക്കാണ് നമ്മളെ തിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മളുടെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണ്? പ്രചോദനം എന്താണ്? ഈ സത്യത്തിന്റെയും അസത്യത്തിന്റെയും സംഘടനത്തിൽ നമ്മളുടെ റിസൾട്ട് എന്തായിരിക്കും? അത് കേരളത്തിലാണെങ്കിലും, നിയമസഭയുടെ കാര്യത്തിലാണെങ്കിലും, ലോകയുദ്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും, നമ്മളുടെ കുടുംബ ജീവിതത്തിന്റെ അവസ്ഥയിലാണെങ്കിലും, സത്യവും അസത്യവും നമ്മളുടെ ഈ പോരാട്ടത്തിൽ പരിപൂർണമായും സത്യത്തോടുകൂടി ലയിച്ചു ചേരുവാനും നമ്മളുടെ നോമ്പ് നമുക്ക് സഹായമായി തീരേണ്ടതുണ്ട്. അത്തരം നോമ്പുകാരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.